ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റോറി വെബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ മൂലം കുറച്ചു ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ കഴിയാത്തതിൽ ആദ്യം തന്നെ നിങ്ങളോടെല്ലാം ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ ഇതുവരെ തരുന്ന എല്ലാ സപ്പോർട്ടുകളും ഇനിയും എനിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പുതിയ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. ഇതിലായിരിക്കും ഇനി മുതൽ ഈ പ്രേമം സ്റ്റോറീസിന്റെ എല്ലാ റിവ്യൂകളും വരിക. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സോ ഫ്രണ്ട്സ്, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. എന്നാൽ നമുക്ക് പ്രേമം സ്റ്റോറീസിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് കിടക്കാം. അധ്യായം 511. ഗൂഢാലോചന. അയാൾ തന്നെ നോക്കുന്നത് കണ്ട് നീലിമ ഒന്ന് ആശങ്കപ്പെട്ടു. പിന്നീട് അവൾക്ക് കാര്യം മനസ്സിലായി. അയാൾ ഒരു ആരാധകനായിരുന്നു. അവളെ മാത്രമല്ല അയാൾ ശ്രദ്ധിച്ചിരുന്നത്, ആ സിനിമയിലുള്ള മുഴുവൻ നടീനടന്മാരെയും അയാൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് സമാധാനമായി. അപ്പോൾ നീലിമ അവിടെ ഇരുന്ന് അഞ്ജലിയെക്കുറിച്ച് ആലോചിച്ചു. അവൾക്ക് അവളുടെ ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നു. അഞ്ജലിയേക്കാളും എപ്പോഴും ഒരു പരിപാടിയിൽ ശ്രദ്ധിച്ചിരുന്നത് ആളുകൾ തന്നെയാണെന്ന് അവൾ ഓർത്തു. അവളെക്കാളും കൂടുതൽ കഴിവും സൗന്ദര്യമുള്ളത് തനിക്കായിരുന്നു എന്ന് കരുതി അഞ്ജലി അത്ര മോശമൊന്നുമല്ലായിരുന്നു. പക്ഷെ തന്നോടുള്ള ദേഷ്യവും അസൂയയും കാരണം അവൾ എവിടെയും ചെറുതായി നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവൾ എന്നും തനിക്ക് കിട്ടുന്നതെല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അതാണല്ലോ ആദിയെയും അവൾ തന്നിൽ നിന്നും തട്ടിയെടുത്തത്. എന്നിട്ടും അവളുടെ പകയൊന്നും അടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോഴും അവൾ തന്നോട് വിരോധം വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ അവൾ വീട്ടിൽ നിന്നും പുറത്താണ്. അതുകൊണ്ട് തന്നെ തന്നോടവൾക്ക് ഇപ്പോഴും പകയാണെന്ന് അവൾ ഓർത്തു. ഈ സമയം സാം അലക്സും കിരണും സിറ്റിയിലെ ഒരു ഹോട്ടൽ ബാറിൽ ആരെയോ കാത്തിരിക്കുകയായിരുന്നു. അവർ കാത്തിരുന്നത് മറ്റാരെയുമല്ല, അഞ്ജലിയെയും ജഗനെയുമായിരുന്നു. അതിനിടയ്ക്ക് കിരൺ ഒരു വൈൻ ഗ്ലാസ് എടുത്ത് കുടിച്ചുകൊണ്ട് സാം അലക്സിനോട് ചോദിച്ചു, ഇനി അവർ വരാതിരിക്കുമോ? പക്ഷെ സാം അലക്സ് പറഞ്ഞു, അവർ തീർച്ചയായും വരും. കാരണം അവർക്കും ലാഭമുള്ള കാര്യമാണല്ലോ, അതുകൊണ്ട് അവർ വരാതിരിക്കില്ല. അവർക്ക് ഇപ്പോൾ സാധികയെ വെച്ച് ഒന്നും തന്നെ നീലിമയ്ക്കെതിരെ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അവളെ ഇപ്പോൾ ഷൂട്ടിംഗ് സൈറ്റിലേക്ക് കയറ്റുക പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീലിമയ്ക്കും സിദ്ധാർത്ഥിനുമെതിരെ ഓരോരോ പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ജഗനെയും അഞ്ജലിയെയുമാണ്. സാധിക വഴി കിട്ടിയ അഞ്ജലിയുടെ ഇമെയിൽ ID വഴിയാണ് ഇവർ അഞ്ജലിയുമായി ബന്ധപ്പെട്ടത്. അതുവഴി അവർക്ക് ജഗനെയും പരിചയപ്പെടാൻ കഴിഞ്ഞു. ഈ സമയം സാം അലക്സ് ചോദിച്ചു, ഇനി അവർ രണ്ടുപേരും നമുക്കെതിരെ തിരിയുമോ? അവരെ വിശ്വസിക്കാൻ കൊള്ളുമോ? നമ്മളെക്കാൾ ആവശ്യമാണ് അവർക്ക് നീലിമയെയും സിദ്ധാർത്ഥിനെയും തകർക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. മാത്രവുമല്ല, നമുക്ക് അവരുമായുള്ള ബന്ധം നമ്മൾ ഒന്ന് സൂക്ഷിച്ചു മാത്രമേ ഇടപെടുകയുള്ളൂ. അവർക്ക് എതിരെയുള്ള എല്ലാ തെളിവുകളും നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും. അവർ നമുക്കെതിരെ തിരിയാൻ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കവരെ അടിച്ചൊതുക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ഓരോ തെളിവുകളും സൂക്ഷിച്ചു വെക്കുന്നത്, കിരൺ പറഞ്ഞു. അത് കേട്ടപ്പോൾ സാം അലക്സിന് സന്തോഷമായി. ആ സമയം കിരൺ അഞ്ജലിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. താനും സിദ്ധാർത്ഥും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അഞ്ജലിയും നീലിമയും. തനിക്ക് തന്റെ ചെറുപ്പകാലത്ത് ഇന്നോളം വരെ അനുഭവിക്കേണ്ടി വന്ന എല്ലാ ദുരിതങ്ങളും അഞ്ജലിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയം സാം അലക്സ് കിരണിനോടായി പറഞ്ഞു, സ്വന്തം സഹോദരിയെ ചതിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ആളാണ് ആ അഞ്ജലി. അതുകൊണ്ട് തന്നെ അവരെ സൂക്ഷിച്ചു മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അവരെ വിശ്വസിക്കാനൊന്നും പാടില്ല. അപ്പോൾ കിരൺ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ സഹോദരനെ ചതിക്കാനാണല്ലോ കൂട്ടുനിൽക്കുന്നത്. തനിക്ക് എന്നെയും വിശ്വാസമില്ലേ? അപ്പോൾ സാം അലക്സ് പറഞ്ഞു, അഞ്ജലിയെ പോലെയല്ലല്ലോ, കിരണിനെ എനിക്ക് ആദ്യം തന്നെ അറിയാമല്ലോ. ആ സമയം വാതിലിൽ ആരോ മുട്ടുന്നത് തോന്നി. അപ്പോൾ സാം അലക്സ് വാതിൽ തുറന്നു കൊടുക്കാൻ പോയി. ആ സമയം ഒരു പെൺകുട്ടിയും മുഖംമൂടി ധരിച്ച ഒരാളും അകത്തേക്ക് കയറി വന്നു. അത് അഞ്ജലിയും ജഗനുമായിരുന്നു. ജഗൻ ജയിൽ ചാടിയത് കൊണ്ട് തന്നെ അവന് മുഖം വെളിപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ മുന്നിലേക്ക് വരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അവൻ മുഖംമൂടി ധരിച്ചിരുന്നത്. അവരെ കണ്ടതും കിരൺ അവർ രണ്ടുപേരെയും അകത്തേക്ക് സ്വാഗതം ചെയ്ത് അവർക്ക് വൈൻ ഗ്ലാസുകൾ നീട്ടി. അപ്പോൾ തന്നെ ജഗൻ അവനോട് ചോദിച്ചു, എന്തായി പദ്ധതികളെല്ലാം? അപ്പോൾ കിരൺ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഒന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് കണ്ടൊന്ന് സംസാരിച്ച് പരിചയപ്പെടാമെന്ന് കരുതിയാണ് ഇപ്പോൾ നിങ്ങളെ വിളിച്ചത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്കെതിരെ തിരിയാൻ സാധിക്കില്ല. കാരണം അവർ ഇപ്പോൾ എപ്പോഴും തന്നെ ആ നാട്ടുകാരുടെ നടുവിലാണ്, അതായത് അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മാത്രവുമല്ല, സിദ്ധാർത്ഥിന്റെ അരികിൽ എപ്പോഴും ആ സ്പെഷ്യൽ സെക്യൂരിറ്റിമാർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചു വേണം ഇടപഴകാൻ.
ഏതെങ്കിലും രീതിയിൽ ഒന്ന് പാളിപ്പോയാൽ നമ്മൾ പിന്നെ പുറലോകം കാണില്ല. പിന്നീട് ഒരിക്കലും തന്നെ ജയിലിൽ നിന്ന് പുറത്തു ചാടാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിരിയാം. പിന്നീട് ഒരു ദിവസം അവർക്കെതിരെയുള്ള പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതും പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇതേ സമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും സിദ്ധാർത്ഥും നീലിമയുമെല്ലാം തിരിച്ചെത്തിയിരുന്നു. അവൻ വീടിന്റെ ഹാളിലിരുന്നു. അവൻ വിളിച്ചറിയിച്ചത് പ്രകാരം വിശ്വനാഥനും സൂര്യയും പ്രിയങ്കയും മനീഷും മല്ലികാമയുമെല്ലാം ഹാളിലേക്ക് വന്നിരുന്നു. അവനെ കണ്ടയുടനെ വിശ്വനാഥൻ ചോദിച്ചു, എന്താ മോനെ, എന്താ പ്രശ്നം, എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, അതെ, കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോടെല്ലാം പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ധാരാളം ശത്രുക്കളുണ്ടെന്ന്. അവർ എന്നെ മാത്രമല്ല നോട്ടമിട്ടിരിക്കുന്നത്, എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടാതെ എൻ്റെ കൂടെയുള്ള നിങ്ങൾ എല്ലാവരെയും അവർ നോട്ടമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കേണ്ടത് എൻ്റെ ചുമതലയുമാണ്. അപ്പോൾ പ്രിയങ്ക അവനോടായി ചോദിച്ചു, ബോസ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്റെ ശത്രുക്കളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്കെതിരെ എന്തോ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ജഗനാകട്ടെ ഇപ്പോൾ ജയിലിൽ നിന്നും ചാടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രിയങ്കയ്ക്ക് നന്നായി ആശങ്ക തോന്നി. കാരണം ജഗൻ ജയിലിലായിരുന്നു എന്നാണ് അവൾ കരുതിയിരുന്നത്. അവൻ പുറത്തു ചാടിയ വിവരം പ്രിയങ്ക അറിഞ്ഞിട്ടില്ലായിരുന്നു. പ്രിയങ്കയ്ക്ക് മാത്രമല്ല മറ്റെല്ലാവർക്കും അതൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. അവൻ ജയിൽ ചാടുക എന്ന് വെച്ചാൽ അവന് അത്രത്തോളം സ്വാധീനമുണ്ട് എന്നാണ് അതിനർത്ഥം. അവൻ ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഇനി സിദ്ധാർത്ഥിന്റെയും കുടുംബത്തിന്റെയും ജീവിതം അത്ര സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ വിശ്വനാഥ് ചോദിച്ചു, ഇനി എന്താണ് ചെയ്യുക? ഇവിടെ ഞാൻ സ്പെഷ്യൽ സെക്യൂരിറ്റിയൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ സെക്യൂരിറ്റി മാത്രം നോക്കിയാൽ പോരാ, നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ഒരുമിച്ചുണ്ടാകണം. നമ്മൾ എല്ലാവരും ഒരിടത്ത് ഒരുമിച്ച് നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, പിന്നെ അല്ലാതെ ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ സിദ്ധാർത്ഥ് തുടർന്നു, അഞ്ജലിയും ജഗനും ഇപ്പോൾ ഒരുമിച്ചാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. മാത്രവുമല്ല ആ സാമലക്സും അവരുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ സാധികയുണ്ടല്ലോ, അവൾ ആ സാമലക്സിന്റെ ആളാണ്. ഇത് കേട്ട് മല്ലികാമ്മ പറഞ്ഞു, അന്ന് അവൾ ഈ വീട്ടിൽ നീലിമയെ തിരിഞ്ഞ് വന്നപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞതുമാണ്, അവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു പിശകുണ്ടെന്നുള്ളത് കാര്യം. പക്ഷെ അന്നത് നീലിമ കാര്യമാക്കി എടുത്തിരുന്നില്ല. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മല്ലികാമ്മേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേഗം ചെയ്യണം. അവർ അവരുടെ പദ്ധതികൾ നമുക്കെതിരെ നടപ്പാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ജഗനെ കൊടുക്കണം. അവൻ ജയിൽ ചാടിയത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഭയക്കേണ്ടിയിരിക്കുന്നു. അവനെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് ജയിലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്കത് ഒരു ആശ്വാസമായിരിക്കും. എനിക്ക് തോന്നുന്നത് ആ ജഗനായിരിക്കാം അവരുടെയെല്ലാം ഒരു ശക്തി എന്നാണ്. അല്ലാതെ ഒരിക്കലും അവർ ഇത്രയും റിസ്ക് എടുത്ത് ജഗനെ പുറത്തെത്തിക്കാൻ നോക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവർക്കെതിരെ ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ആപത്താകും. അവർക്കെതിരെ എന്ത് ചെയ്യേണ്ടി വന്നാലും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു. ഇത് കേട്ട് വിശ്വനാഥൻ പറഞ്ഞു, ഞങ്ങളെല്ലാം നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ മോനെ. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മാത്രവുമല്ല ഇവിടെ നിന്റെയും ഫാമിലിയുടെയും കാര്യത്തിൽ നീ സെക്യൂരിറ്റി ഓഫീസർമാരെ നിയമിച്ചിട്ടുള്ളതിനാൽ അതുകൊണ്ടും നീ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്ത് വന്നാലും നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിടും, വിശ്വനാഥൻ പറഞ്ഞു നിർത്തി. നീലിമ ഇതെല്ലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ എല്ലാം ആത്മവിശ്വാസം കണ്ടപ്പോൾ അവളുടെ ഭയത്തിന് നേരിയ ഒരു അയവ് വന്നു. അങ്ങനെ അവൾ കുഞ്ഞിനെ ഉറക്കാനായി മുകളിലേക്ക് പോയി. അപ്പോൾ പ്രിയങ്ക ചോദിച്ചു, അല്ല, അഞ്ജലിയും ജഗനുമായിട്ട് എങ്ങനെയാണ് പരിചയം? അവർ എങ്ങനെയാണ് കൂട്ടുകൂടിയത്? അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, എങ്ങനെയാണെന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്നിരുന്നാലും അഞ്ജലി പണ്ട് മുതലേ നീലിമയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ അത് പോസിറ്റീവായിട്ടല്ല. നീലിമയ്ക്ക് ഒരു നല്ല കാര്യം വരുന്നത് പണ്ടേ അഞ്ജലിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നീലിമയെ തകർക്കാൻ വേണ്ടി നീലിമയുടെ ശത്രുക്കളെയെല്ലാം തിരഞ്ഞു പിടിച്ച് അവരുമായി കൂട്ടുണ്ടാക്കുന്നത് അഞ്ജലിയുടെ ഒരു ഹോബിയാണ്. ഇപ്പോൾ അതൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നേരത്തെ നീലിമ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുക നീലിമയെയും കുഞ്ഞിനെയുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടം അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കണം, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ പ്രിയങ്ക അവനോടായി പറഞ്ഞു, നമ്മളെല്ലാവരും ഇപ്പോൾ ഷൂട്ടിംഗ് സ്ഥലത്താണല്ലോ. അവിടെയാണെങ്കിൽ ഒരുപാട് ജനങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ വന്ന് നമ്മളെ ഉപദ്രവിക്കാൻ അവർ ഇപ്പോൾ ശ്രമിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ അവർ എവിടേക്ക് വരികയാണെങ്കിലും
സാറിന്റെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അവരെ തീർത്തുകൊള്ളും. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, ഒരാൾ നമ്മളെ ദ്രോഹിക്കാനായി തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഏത് വഴിയും അവർ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ പല വഴിക്കും അവർ നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണങ്ങളെ തടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും സജ്ജരായിരിക്കുകയും വേണം. അതെല്ലാം നമുക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കാം. അപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു, അല്ല മോനെ, അവൻ ജയിലിൽ ചാടിയ ആളായതുകൊണ്ട് അവന്റെ രൂപത്തിൽ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ വേഷം മാറിയായിരിക്കും അഥവാ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് നമ്മൾ എങ്ങനെയാണ് അവനെ തിരിച്ചറിയുക? അപ്പോഴാണ് സിദ്ധാർത്ഥിന് ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. ശരിയാണ്, അവൻ എന്തെങ്കിലും രീതിയിൽ വേഷം മാറിയാണ് വരിക എങ്കിൽ ഒരിക്കലും ആ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് അവനെ കണ്ടെത്താൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ കാര്യം ശരിയാണ്. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് സൈറ്റിൽ കുറച്ച് കൂടുതൽ സെക്യൂരിറ്റി ഗാർഡ്സിനെ വെക്കാൻ വേണ്ടി ഞാൻ വിനോദിനോട് പറയാം. അപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു, എന്തൊക്കെയായാലും നമ്മൾ ശ്രദ്ധിക്കണം മോനെ. എത്ര സെക്യൂരിറ്റി ഗാർഡ്സിനെ വെച്ച് കഴിഞ്ഞാലും അവന് അതിനുള്ളിൽ കയറാൻ സാധിക്കായികയൊന്നും ഉണ്ടാകില്ല. കാരണം അവൻ ആരെയെല്ലാം സ്വാധീനിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ? വിശ്വനാഥൻ ചോദിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, വേണ്ടച്ചാ, പോലീസിലൊക്കെ കംപ്ലൈന്റ് കൊടുത്താൽ അവൻ കരുതും നമുക്ക് അവനെ പേടിയാണെന്ന്. അത് അവന്റെ ധൈര്യം വർദ്ധിപ്പിക്കാനേ സാധ്യതയുള്ളൂ. മാത്രവുമല്ല, അവന് ആരൊക്കെയാണ് സ്വാധീനമെന്ന് നമ്മൾക്കറിയില്ലല്ലോ. അവന്റെ സ്വാധീനത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ അത് നമുക്ക് കൂടുതൽ അപകടമുണ്ടാക്കുകയേ ചെയ്യുകയുള്ളൂ. മാത്രവുമല്ല, ഞാൻ അവനെ അവസാനമായി കണ്ടപ്പോൾ അവന്റെ കയ്യിൽ നിന്നും ഒരു റേഡിയോ ഗിഫ്റ്റായി വാങ്ങിച്ചിരുന്നു. അപ്പോഴവന് എന്നോട് ശത്രുതയുള്ളതുപോലെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇനി ഏതാണെന്നും അറിയില്ലല്ലോ. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണ്ട. അപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു, അവൻ ആ റേഡിയോ വെച്ച് മറ്റെന്തെല്ലാമോ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ പറഞ്ഞത് കേട്ട് ശരിയാണെന്ന് സിദ്ധാർത്ഥനും തോന്നി. ഈ സമയം ജഗനും അഞ്ജലിയും ഒരു വലിയ ഹോട്ടലിലെ ഒരു റൂമിന് മുന്നിലെ കതകിൽ മുട്ടിയിരുന്നു. ആ സമയം ആ കതക് തുറന്നു. അതിനുള്ളിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് ജഗൻ അഞ്ജലിയോട് ലാവണ്യ എന്ന് പറഞ്ഞു. ആ റൂമിൽ ഉണ്ടായിരുന്നത് ലാവണ്യയായിരുന്നു.